പത്തനംതിട്ട തിരുവല്ല നിരണത്ത് കിണറ്റിലെ വെള്ളത്തിന് രൂക്ഷഗന്ധം. നിരണം സ്വദേശി തമ്പിയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിനാണ് കഴിഞ്ഞ ദിവസം മുതൽ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നത്. ആരോഗ്യവകുപ്പ് ജീവനക്കാർ എത്തി വെള്ളത്തിന്റെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ബുധനാഴ്ച വൈകിട്ട് മുതലാണ് നിരണം സ്വദേശിയായ തമ്പിയുടെ വീട്ടിൽ കിണറ്റിലെ വെള്ളത്തിന് രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങിയത്. തുടർന്ന് കിണറ്റിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വൈകുന്നേരം കുളിക്കാൻ നിന്ന് വെള്ളം എടുത്തപ്പോഴത്തേക്ക് വെള്ളത്തിനൊരു സ്മെല്ല് പോലെ തോന്നിക്കുന്നു. ഞാൻ ചുറ്റുപാടും ഇങ്ങനെ നോക്കി, പിന്നെ സോപ്പിൻ്റെ ആണോ എന്ന് നോക്കി. സോപ്പിനൊന്നും കുഴപ്പമില്ല. വീണ്ടും ഞാൻ കയ്യിലെടുത്ത് വെള്ളം മണപ്പിച്ച് നോക്കിയിട്ട് എനിക്കൊരു സംശയം, ഇനി പാത്രത്തിൻ്റെ ആണോ. പാത്രം ഞാൻ കഴുകി വെച്ചിട്ട് ബക്കറ്റിൽ വീണ്ടും കഴുകി വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഴുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ സ്മെല്ലടിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ആ ബക്കറ്റ് നിറച്ചതിന് ശേഷം അപ്പം സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ബക്കറ്റ് നിറച്ച് മാറ്റി വെച്ചിട്ട് ഓഫാക്കിയിട്ട് ഇവിടെ വന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ചു. ഓരോ മണിക്കൂർ കൂടുന്തോറും സ്മെല്ല് കൂടിക്കൊണ്ടേയിരിക്കുക. രൂക്ഷഗന്ധം കാരണം കുടിവെള്ളം ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. വീട്ടുകാർ വിവരം പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യവകുപ്പിനെയും അറിയിക്കുകയും ചെയ്തു. വിഷദ്രാവകത്തിന് മണമുണ്ട്. അപ്പോൾ ഞങ്ങൾ പരിസരത്തൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ യാതൊന്നും അറിയാനില്ല. മറ്റാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടി പരിസരത്ത് നോക്കിയിട്ട് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ, ഹെൽത്തിൽ ഒക്കെ ഞങ്ങൾ അറിയിച്ചു. പെട്ടെന്ന് തന്നെ അവർ പിറ്റേ ദിവസം രാവിലെ ഹെൽത്തുകാരും പിന്നീട് പഞ്ചായത്തിന് ആളുകൾ വന്ന് പരിശോധിച്ചു. ആരോഗ്യവകുപ്പ് ജീവനക്കാരെത്തി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ രൂക്ഷഗന്ധത്തിന്റെ കാരണം വ്യക്തമാകൂ. അമൃത ന്യൂസ്, പത്തനംതിട്ട.